ഹലോ ഗായ്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫെലാപ്സിസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് പിന്നെ മെച്ച പ്ലാന്റിൻ്റെ ഓഫറൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെലാപ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി, പ്രീ ബുക്കിംഗ് വന്നു, അതും കഴിഞ്ഞു, അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ കാരണം വീഡിയോയിൽ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ എക്സ്ട്രാ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണുക. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം യൂട്യൂബ് വഴിയായിരിക്കും അറിയിക്കുന്നത് മിക്കവരും. കാരണം വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് മെസ്സേജ് തരാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് കാണും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ ഷോർട്സ് ആയിട്ടും മെയിൻ വീഡിയോ ആയിട്ടും പല കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തത് മെയിനായിട്ട് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് വിത്ത് ബഡ്സും സ്പൈക്കൊക്കെ ഉള്ള പ്ലാന്റുകളും പിന്നെ മെച്ചോ പ്ലാന്റിൻ്റെ ഓഫറും കൂടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ കൊറിയറിൻ്റെ ഡീറ്റെയിൽസും പ്ലാൻ സൈസും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻസൊക്കെ അപ്പോൾ നിങ്ങൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ, കാരണം പ്രത്യേകിച്ച് പ്ലാൻ സൈസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന യെല്ലോ വെറൈറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയത് ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ സിംഗിൾ സ്പൈക്കായിരുന്നു, ഇപ്പോൾ ഡബിൾ സ്പൈക്ക്, 2 സ്പൈക്കുള്ള യെല്ലോ വെറൈറ്റിയുടെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഉണ്ട്. പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അത്രയും നമുക്ക് ഒരു യെല്ലോ വന്നിട്ട് അതിൽ നടുക്ക് ഒരു റെഡ് ലിപ്പ് വരുന്ന വെറൈറ്റിയാണ്. എല്ലാം ഡബിൾ സ്പൈക്ക് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ബഡ്സൊക്കെ വന്ന് നല്ല സ്പൈക്കായിട്ട് 2 സ്പൈക്കാണ്, ഒന്നല്ല 2 സ്പൈക്കായിട്ട് ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലപ്പോൾ നമുക്ക് 1-2 ദിവസം മെസ്സേജിന് ഡിലേയും വരാറുണ്ട്. കാരണം കുറച്ചധികം തിരക്കുകളാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും റിപ്ലൈ ഇടാൻ താമസിക്കാറുമുണ്ട്. ഓക്കെ, അതിനെ വന്ന് ചിലർ വലിയ പ്രശ്നമാക്കാറുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ റിപ്ലൈ നമുക്ക് വേറെയും ഇത് മാത്രമല്ല വേറെയും കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് 1-2 ദിവസം ചെറിയൊരു ഡിലേ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ സെയിം പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ ഫ്ലവർ വന്ന സെയിം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി വാങ്ങാൻ താല്പര്യമുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. എല്ലാവരും സ്ക്രീൻഷോട്ട് അയക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ വരും നമ്മുടെ വെരിഗേറ്റഡ്. നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ഫെലാപ്സിസ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി വന്ന് ഒരുപാട്, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ. നല്ല രീതിയിലൊരു ഡാർക്ക് വയലറ്റ് വന്നിട്ട് അതിൽ സ്പോട്ടിങ്സും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫും ഫ്ലവറൊക്കെ കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് സെയിലായ വെറൈറ്റിയാണ്. എന്താ പറയുക, പെട്ടെന്ന് സോൾഡ് ആവും. ഓരോ കസ്റ്റമർ തന്നെ 5-6 പ്ലാന്റ്സ് എടുക്കുന്നവരുണ്ട്. ഹോൾസെയിൽ അല്ലാതെ റീറ്റെയിലിന് വേണ്ടി മാത്രം. കാരണം ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. കാരണം ഇത് ലീഫ് തന്നെ, ഇത് ഫ്ലവർ ചെയ്തില്ലെങ്കിൽ ലീഫ് തന്നെ നല്ല പ്രത്യേകതയാണ്. പിന്നെ ഇത് ഫ്ലവറും നമുക്ക് എന്തായാലും കിട്ടും, കാരണം ഒരു മിനിയേച്ചർ ടൈപ്പും കൂടിയാണ്. അപ്പം ഇതിൻ്റെ ഈ നല്ല പ്ലാന്റ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഏതാണോ വേണ്ടത് അതനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പം വെരിഗേറ്റഡ് ഫെലാപ്സിസ് നമുക്ക് പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അയക്കാം കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് നമുക്ക് എന്താ പറയുക, ഒരു റെഡും അല്ല ഡാർക്ക് പിങ്കും അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ്സ്. നമുക്ക് സിംഗിൾ സ്പൈക്കാണ് കേട്ടോ വരുന്നത്. സിംഗിൾ സ്പൈക്ക് ആണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ്, നല്ല സ്പൈക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഈ നമുക്ക് ആകെ 2 പീസേ ഉള്ളൂ ഇതിന്. നമുക്ക് പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് 2 പീസ് ഈ ഒരു വെറൈറ്റിക്ക് ഉള്ളൂ. ഇനി അടുത്ത വരെ നമുക്ക് യെല്ലോയിൽ ഈ സൈഡിൽ ഇങ്ങനെ ഈ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഡാർക്ക് ഷെയ്ഡ് എന്നാൽ ഇതേ ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല വലിയ കട്ടിയുള്ള സ്പൈക്കാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് വെച്ച് നല്ല നീളം വെച്ച് പോകുന്ന സ്പൈക്കാണ്. കാരണം ആ സ്പൈക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വലിയ സ്പൈക്കാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പിന്നെ അടുത്ത് വരുന്ന ഈ ഒരു ഷെയ്ഡ്, ഇത് കുറച്ചൊരു ഓഫ് കളറാണ്. ഈ ഒരു വെറൈറ്റിയും കുറച്ചധികം ഡിമാൻഡുള്ളതാണ്. കാരണം കുറേ പേർക്കൊക്കെ നല്ല ഡാർക്കിന് പൊതുവേ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സും കുറേ പേര് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഓപ്ഷൻ ഇത് ഡബിൾ സ്പൈക്ക് പ്ലാന്റ് ആണ് കേട്ടോ. 2 സ്പൈക്കാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സെയിം സൈസ് പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ.
പിന്നെ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാം കോഡ് നമ്പേഴ്സ് വെച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിൻ്റെ IDs മെൻഷൻ ചെയ്തത്. അപ്പോൾ നമുക്ക് മെച്ചർ മീഡിയത്തിലൊക്കെ ആണെങ്കിൽ IDs ആയിരിക്കും, ഫ്ലവറിങ്ങിൽ നമുക്ക് കോഡ് നമ്പേഴ്സാണ് കണ്ടോ. ഇതിൻ്റെ നല്ല ഡബിൾ സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ലീഫൊക്കെ വന്ന് നല്ല വലിപ്പമുള്ള ലീവ്സും നല്ല ഡബിൾ സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ അയച്ച പ്ലാന്റുകളും ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടു, കുറേ നല്ല റിവ്യൂസ് കിട്ടി. അത് നമ്മൾ വീഡിയോ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നല്ല നല്ല റിവ്യൂസ് ഒരുപാട് പേര് പറഞ്ഞു നല്ല സേഫും ഹെൽത്തി ആയിട്ട് കിട്ടി. നമ്മുടെ പ്ലാന്റ്സിനെ പറ്റി ഒരുപാട് നല്ല കമൻറ്റ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി, ഇതൊരു യെല്ലോ വന്നിട്ട് അതിലൊരു റെഡ് ഡോട്ടിങ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എന്നെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീവ്സൊക്കെ ഉള്ള ലീഫ് നല്ല നീളത്തിൻ്റെ പൊതുവെ കുറച്ചുകൂടെ വണ്ണമുള്ള ലീഫാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത്. ഒരു മിൻറ്റ് കളർ വന്നിട്ട് അതിലൊരു സ്പോട്ടിംഗ് ആണ്, അതിലൊരു റെഡ് കുത്തു പോലെ വരുന്നതാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത. നല്ല റൂട്ടഡ് ആയിട്ട് നല്ല സ്പൈക്കായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കും. അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നത് ഒരു പിങ്കും എന്താ പറയുക ലിപ്പൊക്കെ നമുക്ക് പ്ലെയിൻ ലിപ്പ് വന്നിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റി. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പം ഇതൊക്കെ വാങ്ങാൻ തന്നെ നമ്മളിപ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും നിങ്ങൾക്ക് പ്ലാന്റ് സൈസും എല്ലാം ഡീറ്റെയിൽസ് കാണിച്ചാണ് കേട്ടോ പോകുന്നത്. സൈഡിൽ തന്നെ അതിൻ്റെ റെഫറൻസ് പിക്കും കൊടുക്കുന്നുണ്ട്, പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാമെന്ന്. നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലവർ പിക്കും കൂടെ വരുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയക്കുക, എന്നാലേ നമുക്കും കൂടെ അത് വ്യക്തമാകത്തുള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് ഇത് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് എൻക്വയറി ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന വെറൈറ്റിയാണ് കേട്ടോ. യെല്ലോ ഒരു എന്താ പറയുക ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ഒരു സൈഡിൽ അങ്ങനെ വരുന്നൊരു വെറൈറ്റി. ഇത് ഇങ്ങോട്ട് കുറേ കസ്റ്റമേഴ്സ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക പ്രീ ബുക്കിങ്ങിൽ കഴിഞ്ഞ് ബാലൻസ് ഇരിക്കുന്ന പ്ലാൻസാണ് ഇതൊക്കെ. അപ്പോൾ കുറേ പ്രീ ബുക്കിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് എൻക്വയറി ചെയ്തു. പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി, ഇത് നമുക്ക് എപ്പോഴും കൊണ്ടുപോകുന്നത് നമുക്ക് പെട്ടെന്ന് മൂവ് ആവുന്ന ഫാസ്റ്റായിട്ട് മൂവ് ആവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 550 രൂപ, 550 റുപ്പീസിനാണ് സ്റ്റാർട്ടിങ്. 680 വരെയുള്ള റേറ്റിനുള്ള പ്ലാൻ, 680 ഇല്ല, ഈ ഒരു ഇപ്പം നമ്മുടെ ഒരു വീഡിയോയിൽ 650 വരെയുള്ള പ്ലാൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും റേറ്റിനുള്ള പ്ലാൻസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകും. ഓരോന്നിൻ്റെ റേറ്റ് അനുസരിച്ച് അത് ഓരോ 2 ഡബിൾ സ്പൈക്കുള്ള പ്ലാൻസും അല്ലാതെ ഓരോ വെറൈറ്റീസ് അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ എൻക്വയറി നല്ല ഭംഗിയാണ്. ഇതൊരു ലൈറ്റ് കളർ നല്ല ഡാർക്ക് ഓറഞ്ചിൽ റെഡ് വെയിന് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സും ഉണ്ട്, സിംഗിൾ സ്പൈക്ക് പ്ലാന്റ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പ്ലാന്റിൻ്റെ പിക്ക് എടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് പറയാൻ. പക്ഷേ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ എന്തായാലും സൈഡിൽ കൊടുക്കുന്നുണ്ട്, ആ ഫ്ലവർ പിക്കും കൂടെ വരുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് പ്ലാന്റാണ് ഏത് വെറൈറ്റിയാണ്, നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു ഓറഞ്ച് വെറൈറ്റി വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി, ഇത് നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞവൾ ആകെ 2 പീസുള്ളത് പെട്ടെന്ന് നമുക്കത് സോൾഡ് ഔട്ടായി. പിന്നെ അതിനുശേഷം ആ പ്ലാന്റ് വീണ്ടും കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡബിൾ സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. മെസ്സേജും കോളും കാര്യങ്ങളൊന്നുമില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഡബിൾ സ്പൈക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. ഇതേപോലെ തന്നെ പ്ലാൻസ്, ഇപ്പോൾ ഏത് പ്ലാനാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിലായിട്ട് അയച്ചാൽ മതി. നമുക്ക് ആ സെയിം പ്ലാൻസ് തന്നെ തരാൻ പറ്റും. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതേ തരാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സിംഗിൾ സ്പൈക്കാണ് വരുന്നത്, അത് നല്ല വലിപ്പമുള്ള സ്പൈക്കാണ്, കാരണം ഇനിയും വലിപ്പം വയ്ക്കും ഈ സ്പൈക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഒരു സ്പൈക്ക് വന്ന് അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും സ്പൈക്ക് വരുന്നത്, മൾട്ടിപ്പിൾ സ്പൈക്ക് പോലെ വരുക. ഈ ഒരു പ്ലാന്റിലും അതേപോലെ ഉണ്ട്, 2 പ്ലാന്റ്സിൽ അങ്ങനെയുണ്ട്. നമുക്കൊരു സ്പൈക്ക് വന്ന് അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും സ്പൈക്ക് വരുന്ന പ്ലാന്റ്, നല്ല റൂട്ട് അത്രയും നമുക്ക് പുറത്ത് വന്ന് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ്, നമ്മൾ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സും നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ അടുത്ത് വരുന്നതാ നമ്മുടെ മെച്ച പ്ലാൻസിന് ഒരുപാട് പേര് എൻക്വയറി ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കോംബോയാണ് ആഡ് ചെയ്തത്. അപ്പം നമ്മുടെ കോംബോയുടെ ഡീറ്റെയിൽസും കൊടുക്കാം. അതിനല്ല നിങ്ങൾക്ക് മെച്ച പ്ലാൻസ്, ഇതാണ് സൈസൊക്കെ വരുന്നത് കേട്ടോ. മെച്ച പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. മെച്ച പ്ലാൻസ് നിങ്ങൾക്ക് നമ്മളൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്, 5 കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 കോംബോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2170 രൂപയ്ക്കാണ് നിങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത കോംബോ സെലക്ട് ചെയ്യണേ. അല്ല നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മെച്ച പ്ലാന്റ് ഏതെങ്കിലും 5 എടുക്കുകയാണെങ്കിൽ 2270
25 രൂപയ്ക്കാണ് നമ്മൾ തരുന്നത്. ഒരു 55 രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. നമ്മൾ കാറ്റലോഗ് അയച്ചാൽ ഏതെങ്കിലും 5 നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു റേറ്റിനായിരിക്കും നമ്മൾ തരുന്നത്. അപ്പം നമുക്ക് ആ 2 ഓഫർ, കാരണം കഴിഞ്ഞ തവണ ആദ്യം നമ്മൾ ഏതെങ്കിലും 5 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരു കോംബോ തന്നു. അതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഒരു കോംബോ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അല്ലാതെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ചോദിച്ചു നമ്മളത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ചിലർക്കൊന്നും അത് ആ വീഡിയോയിൽ ചിലർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് കോംബോ സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് കണ്ടത്. ഇതാണ് മെച്ചർ മീഡിയമിൽ തന്നെയുള്ള വ്യത്യാസം. മീഡിയം നല്ല ചെറിയ പ്ലാൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും മെച്ചർ വാങ്ങാൻ പറയുന്നത്. മെച്ചർ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടും. അതേപോലെ തന്നെ നല്ല പ്ലാന്റും ആയിരിക്കും, നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും. മീഡിയത്തിൽ നമുക്ക് ഫ്ലവർ കിട്ടും, 3-4 മാസത്തിനുള്ളിൽ കിട്ടുമെങ്കിൽ കൂടി പ്ലാന്റ് അധികം ഹെൽത്തി ആയി വരാൻ ടൈം എടുക്കും. പക്ഷേ ഈ മെച്ചർ വാങ്ങിച്ചു വെച്ചാൽ അങ്ങനെയല്ല, പ്ലാന്റ് നല്ല ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ല ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കാറ്റലോഗ് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 5 കോംബോ. ഇത് കോംബോ 1 ആണ്, പിന്നെ കോംബോ 2, അങ്ങനെ 5 കോംബോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത കോംബോ 2170 രൂപയും, നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2225 രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ 2 ഓഫേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങൾ കാറ്റലോഗ് ചോദിക്കുമ്പോഴും ഏത് വെറൈറ്റി ആണെന്നും കൂടെ പറയാം. ഇപ്പോൾ ചിലർ ഫെലനോപ്സിസ് കാറ്റലോഗ് എന്ന് പറയും. ഫെലനോപ്സിൽ നമുക്ക് മീഡിയം ഉണ്ട്, മെച്ചർ ഉണ്ട്, ഫ്ലവറിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്കും അത് എളുപ്പമായിരിക്കും, അത്രയും ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കാറ്റലോഗ് ഓപ്ഷനും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ തന്നെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വാട്സപ്പിൽ കാറ്റലോഗിൽ തന്നെ ചെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. അതല്ലാതെ എക്സ്ട്രാ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടാം. കാരണം നമ്മൾ ചിലതൊക്കെ 1-2 പ്ലാൻസ് ഒന്നും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തില്ല, സ്റ്റോക്ക് കുറവുള്ളതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് പേർക്കും കൂടെ കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാറ്റലോഗിൽ ഒരു ഹാപ്പി കസ്റ്റമർ ഏരിയ എന്ന് പറഞ്ഞൊരു കാറ്റലോഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ്, നമുക്ക് ഒരുപാട് പേര് എന്താ പറയുക, നമുക്ക് നല്ല റിവ്യൂസ് എന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സ് ഏരിയയിൽ ഒരുപാട് പേര് മെൻഷനുകളുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു 25 പാർട്ടായിട്ടാണ് ചെയ്തത്. ഒരു പാർട്ടിൽ 10 നിങ്ങൾക്ക് കാണാൻ പറ്റും, 10 കസ്റ്റമർ റിവ്യൂ കാണും. അതേപോലെ 25 പാട്ടാകുമ്പം 250 റിവ്യൂസേ നമ്മൾ നിലവിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായി വരിക, കാരണം ഒരുപാട് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പോകെ നമ്മൾ പയ്യെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമർ റിവ്യൂസ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡിലാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായിട്ടുള്ളത്, പ്ലാൻസ് സെയിലായിട്ടുള്ളതും നമുക്ക് നല്ല നല്ല ഒരുപാട് പേര് റിവ്യൂസ് കിട്ടി. പിന്നെ നമുക്ക് പൊതുവേ റിവ്യൂസ് ചിലരും അങ്ങനെ പറയാറില്ല, പ്ലാൻസ് കിട്ടി താങ്ക് യു എന്ന് പറഞ്ഞു പോകുന്നവരാണ് ഒരു 99%. അതിൽ 1% മാത്രമായിരിക്കും അവർ എഫേർട്ട് ചെയ്ത് നല്ല പ്ലാന്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലാൻസിനെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ബാക്കി ചിലർ ആ പ്ലാന്റ് കിട്ടി, നല്ല പ്ലാൻസ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. പക്ഷേ വേറെ കുറേ പേര് നല്ല നല്ല കമൻസ് ഇട്ട് നമുക്കത് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു ജെനുവിനിറ്റി, നിങ്ങൾക്ക് ചിലർക്കൊക്കെ നമ്മളെന്താ പറയുക അയക്കത്തില്ല, അങ്ങനെയൊക്കെ തോന്നുന്നവർ കാണും ഫസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു റിവ്യൂസ് നോക്കിയാൽ മതി. നമുക്ക് ഒരിക്കലും ഈ റിവ്യൂസ് ഒന്നും ഫേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, കാരണം മിക്ക കസ്റ്റമേഴ്സിൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഹാപ്പി കസ്റ്റമർ ഏരിയാസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്തുമാത്രം നല്ല നല്ല റിവ്യൂസ്, നമ്മുടെ പ്ലാൻ സൈസ് ഉൾപ്പെടെയുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും അതിലുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫ്ലവറിങ് പ്ലാന്റ്സും വെയർ പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സിൻ്റെ ഉണ്ട്, നമ്മുടെ വാട്ടർ ലിലി, ലോട്ടസ് എല്ലാം ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് നമ്മളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊറിയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീക്കിലെ ഓർഡേഴ്സൊക്കെ ഈ കമ്മിങ് വീക്കിൽ ചെയ്യാമെന്നാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് നമ്മുടെ സ്ഥലത്ത്. അപ്പം മഴ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് ഡ്രൈ ആകുന്നില്ല. ഇപ്പം നമ്മൾ പ്ലാന്റ്സ് മാറ്റി വെച്ചാൽ കൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളതുകൊണ്ട് തന്നെ പ്ലാന്റ് ഡ്രൈ ആവുന്നില്ല. അപ്പം നമ്മൾ നല്ല ഈർപ്പത്തോടെ പ്ലാന്റ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടുമ്പം ഓക്കെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സ് മിനിമം ഒരു 50% ഡ്രൈ ചെയ്യാതെ നമ്മൾ അയക്കത്തില്ല. 50 or 40 അത്ര പോലും ഡ്രൈ ആവാത്ത പ്ലാന്റ്സ് നമ്മൾ നമ്മൾ ഓക്കെ അല്ല. അയക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പ്ലേസസിലൊന്നും കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കൊല്ലത്തൊക്കെ അങ്ങനെ അയച്ചു. പക്ഷേ എന്നാലും നമ്മൾ പ്ലാന്റ് ഡാമേജ് വേറെ ഇഷ്യൂസൊന്നും വന്നില്ല. പക്ഷെ നമ്മൾ ഓക്കെ അല്ല, കാരണം എന്തെങ്കിലും ഒരു ചാൻസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്ലാന്റ്സ് ആണ്, നമ്മൾ എത്ര കെയർ ചെയ്താലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാം, പ്ലാന്റ്സിൻ്റെ ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഡ്രൈ ചെയ്ത് ചിലപ്പോൾ ഈ വീക്ക് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ചെയ്യാം. വേറെ ഇനി മഴയൊന്നും ഉണ്ടെന്നെങ്കിൽ ഡ്രൈ ആയി വന്നാൽ നമ്മൾ ഈ വീക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീക്കിലായിരിക്കും നമ്മുടെ ഡിസ്പാച്ച് ഉണ്ടായിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് പറയുന്നത്. കാരണം എല്ലാവർക്കും നമുക്ക് ചെന്ന് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ മെയിനായിട്ട് വേറെ കാര്യം, നമ്മൾ കഴിഞ്ഞ തവണ തന്നെ വീഡിയോയിൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാന്റ് കിട്ടുമ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുക, അൺബോക്സിങ് വീഡിയോ ഇടുക. പിന്നെ അതേപോലെ തന്നെ ഷോർട്ടേജ് ഏതാണെന്ന് വ്യക്തമായിട്ട് പറയാം. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് ഇടും. അല്ലാതെ നിങ്ങളുടെ പ്ലാൻ നമ്മൾ മനഃപൂർവ്വം അയക്കാതിരിക്കുന്നത്. നമ്മൾ ഈ പ്ലാൻസിൻ്റെ ഷോർട്ടേജ് എന്നല്ല, നമ്മൾ പ്ലാന്റ് ചിലപ്പോൾ അയക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ 5-6 പ്ലാന്റ് ഓർഡർ ചെയ്യും, നമ്മൾ 2-3 ചിലപ്പോൾ അയക്കത്തുള്ളൂ. കാരണം ബാക്കിയുള്ള അത്ര ഓക്കെ ആയിരിക്കത്തില്ല പ്ലാൻസ്. നമുക്ക് ലാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ എടുക്കും, നമ്മളിപ്പോൾ പ്ലാന്റ് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ആയിരിക്കും, പ്രശ്നമൊന്നും കാണത്തില്ല. പക്ഷെ നമ്മളൊരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പ്ലാന്റ് ഡ്രൈ ആവാനും അതിനും. അപ്പോൾ നമ്മൾ അയക്കാൻ എടുക്കുമ്പോൾ പ്ലാന്റ് അത്ര ഓക്കെ ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ആ സമയത്ത് നമ്മൾ പ്ലാന്റ് അയക്കില്ല. കാരണം നിങ്ങൾക്ക് നല്ല ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്ലാന്റ് തരുന്നതിനേക്കാളും നല്ലതല്ലേ തരാതിരുന്നിട്ടായി നിങ്ങളുടെ പൈസ തിരിച്ച് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ തന്നെ പറയുക. കാരണം നമ്മൾ മോശം പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നതിനേക്കാളും ഏറ്റവും വലിയ ബെറ്ററാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ പ്ലാന്റ് തരാതിരിക്കുക. ആ പ്ലാന്റ് അയക്കില്ല ഞങ്ങൾ, അതിന് പകരം നിങ്ങൾക്ക് ക്യാഷ് അയക്കും. പക്ഷേ നമ്മൾ ഈ പാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇരുന്നിട്ട് രാത്രി 2 മണി 3 മണി വരെ കണ്ടിന്യൂസ് ഇരുന്ന് പാക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും മെസ്സേജ് ഇട്ട് റീഫണ്ട് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ചിലർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ട് റീഫണ്ട് ചെയ്യും. ചിലരെയൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. നമുക്ക് കഴിഞ്ഞ ഓർഡറിൽ ഒരു 3-4 പേർക്ക് റീഫണ്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ 2-3 പേർക്ക് ഞാൻ മെസ്സേജ് ഇട്ടു, വേറെ 2 പേരെ അങ്ങോട്ട് വിട്ടു. അത് വന്നിട്ട് നമ്മൾ കളിപ്പിക്കുവാണ് അങ്ങനെയൊക്കെ. വേറെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ കളിപ്പിക്കുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മളെപ്പോഴും പറയാം, നിങ്ങൾക്ക് പ്ലാൻസ് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അടുത്ത് പറയാം, ഇങ്ങനെ കാര്യം പറയാം. നമ്മൾ എന്തായാലും മെസ്സേജസ്, പിന്നെ മെസ്സേജിൻ്റെ മെയിൻ കാര്യം 2 ദിവസം നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യുക, 2-3 മാക്സിമം 3. അതിനുള്ളിൽ നമ്മൾ റിപ്ലൈ ഇട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. നമ്മൾ ആകെ ചോദിക്കുന്ന 3 ദിവസം സമയമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം വന്നൊന്ന് കുറച്ചധികം തിരക്കുകളും പ്ലാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു നല്ല ഓട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജസ് എപ്പോഴെപ്പോഴും പണ്ടത്തെ പോലെ മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 2 to 3 ഡേയ്സ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതിനുള്ള റിപ്ലൈ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് പറയാം. കാരണം ചിലർ നമുക്ക് മെസ്സേജ് ഒരു 10 മിനിറ്റ് നമ്മൾ റിപ്ലൈ കണ്ടില്ലെങ്കിൽ അവർ ഓരോ രീതിയിൽ അസ്യൂം ചെയ്ത് പലതും പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് തിരിച്ച് തന്നെ തരും. പക്ഷേ ഓൺ ദ സ്പോട്ട് തരാൻ പറ്റാത്തൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞു. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും മെസ്സേജ് ഇട്ട് പറ്റുന്നില്ല. കാരണം പാക്കിങ് നല്ല ടൈം എടുക്കും. ഒരു കസ്റ്റമർ ഒരു 2 പ്ലാന്റ് അയക്കാൻ തന്നെ നമുക്ക് 15 മിനിറ്റ് മിനിമം എടുക്കും. അപ്പോൾ ഒരു 4, 5, 10, 15, 20 പ്ലാന്റൊക്കെ അയക്കാൻ എത്ര ടൈം എടുക്കും ഒരു കസ്റ്റമറിന് തന്നെ? ഇത്രയും ടൈം എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ഇടാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലും കൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മളത് അനുസരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. പിന്നെ ഈ ഷോർട്ടേജ് വന്ന പ്ലാന്റ് നമ്മൾ അയക്കാതെയൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായാലും റീഫണ്ട് വരും. നമ്മൾ നിങ്ങളുടെ പൈസ തിരിച്ച് തരിക തന്നെ ചെയ്യും. അല്ലാതെ ഇപ്പോൾ കാരണം പലരും വന്ന് പറയാറുമുണ്ട്, പലയിടത്തു നിന്ന് ഇങ്ങനെ ചീറ്റിംഗ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പേടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഒന്ന് വെയിറ്റ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മൾ 4-5 വർഷമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമ്മൾ നല്ല കസ്റ്റമേഴ്സും നമുക്ക് സ്ഥിരം 5-6 വർഷമായിട്ട് നമ്മളിന്ന് ഓൺലൈനിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ജെന്യുവിനിറ്റി ഉണ്ട്. ഒരിക്കലും നമ്മൾ വേറെ ഒരാളുടെ പൈസയും എടുക്കത്തില്ല. ഓക്കെ, അപ്പം ഈ ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കൊറിയറിൻ്റെ കാര്യം പറഞ്ഞു, പ്ലാൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നമ്മൾ ഡീറ്റെയിൽസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ വാട്സപ്പ് നമ്പറും കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പും എന്തായാലും ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അതിൽ നമ്മൾ പ്ലാൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഇടയ്ക്ക് നമ്മൾ ആക്റ്റീവ് അല്ല, പക്ഷെ നമ്മൾ മാക്സിമം ആക്റ്റീവ് ആകാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് വഴി നമ്മൾ ഇടയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ടൈം നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നാലും അത് നമ്മൾ പയ്യെ ആക്റ്റീവാക്കി എടുക്കുന്നുണ്ട്. കാരണം 2-3 ഗ്രൂപ്പുണ്ട്. അപ്പം അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ വഴി ആയിരിക്കും മാക്സിമം അപ്ഡേറ്റ്സും അറിയിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ന് പ്ലാൻസ് ഓർഡർ ചെയ്തവരും അല്ലാത്തവരൊക്കെ നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുക. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ലൈവ് ആണെങ്കിലും ഇതുവഴിയായിരിക്കും നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം എന്തെങ്കിലും എല്ലായിടത്തും നമുക്ക് ഒരേപോലെ മെസ്സേജ് അയക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ മെയിനായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഈ വീഡിയോസ് വഴിയായിരിക്കും കേട്ടോ പറയുന്നത്. അതുകൊണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.